ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എൻഡ് സ്ക്രീൻ അനോട്ടേഷൻ എങ്ങനെ യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ ഞാൻ പറയുന്നതിൽ എൻഡ് സ്ക്രീൻ അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ആദ്യം കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ SB മീഡിയ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒത്തിരി അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിർബന്ധമായി കൊണ്ടും SB മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് എൻഡ് സ്ക്രീൻ അനോട്ടേഷൻ എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് കിടക്കുകയാണ്. വീഡിയോയുടെ എൻഡ് ഭാഗത്ത് നമുക്ക് മറ്റുള്ള വീഡിയോകൾ നമുക്ക് ഇതുപോലെ തംബ്നെയിൽസ് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാം. അതിന് മുകൾ ഭാഗത്തായിട്ട് അവർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും സബ്സ്ക്രൈബ് ബട്ടൺ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സബ്സ്ക്രൈബും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 2 വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു പർച്ചേസ് ഡൊമൈൻ നെയിം, അതുപോലെ തന്നെ ഹൗ ടു ലിങ്ക് ബ്ലോഗ് ഡൊമൈൻ. ഇതിനകത്ത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് മുകളിൽ പരസ്യം ചെയ്യുകയാണ്. വീഡിയോ കഴിയാറാവുമ്പോൾ നമ്മുടെ മറ്റു വീഡിയോകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വീഡിയോകൾ നമ്മുടെ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് അവർക്കത് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ താഴെയായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഇതുപോലെ ആഡ് ചെയ്ത് ഇവർക്ക് ഇവിടെ നിന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നമ്മുടെ വീഡിയോൻ്റെ ഡാഷ്ബോർഡിൽ യൂട്യൂബിലെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ മാനേജർ എടുക്കുക. എന്നതിന് ശേഷം ഏത് വീഡിയോയിലാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ഇതുപോലെ അതിനെ എഡിറ്റ്, വീഡിയോന് താഴെയുള്ള എഡിറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഫെഡ്ബുക്ക് ഫോർ ആൻഡ്രോയിഡ് എന്നുള്ള ഈ വീഡിയോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. വീഡിയോയ്ക്ക് താഴെയുള്ള എഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും അടുത്തതായി കൊണ്ടുവരിക. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് എൻഡ് സ്ക്രീൻ അനോട്ടേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിക്കൊണ്ട് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആഡ് എ എലമെന്റ്, റൈറ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആഡ് എ എലമെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. വീഡിയോ ഓർ പ്ലേലിസ്റ്റ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ, ചാനൽ ലിങ്ക്. നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് വീഡിയോസ് ആണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഓർ പ്ലേലിസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനകത്ത് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ ഡിഫാൾട്ടായിട്ട് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ വീഡിയോ അതിനകത്ത് ഇടും, ആഡ് ചെയ്യും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മോസ്റ്റ് റീസെന്റ് പ്ലേഡ് അല്ലെ ബെസ്റ്റ് ഫോർ വ്യൂവർ എന്നുള്ള ഇതിൽ ഏതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് യൂട്യൂബ് തന്നെ വീഡിയോ ഇടും. അതല്ലെങ്കിൽ ഇവിടെ ചൂസ് എ വീഡിയോ ഓർ പ്ലേലിസ്റ്റ് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനകത്ത് ഇവിടെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് താഴ്ഭാഗത്ത് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള നിങ്ങൾ ഏത് വീഡിയോ ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഹൗ ടു പ്രൊട്ടക്ട് വാട്സാപ്പ് എന്നുള്ള വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എ എലമെന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വന്നിട്ട് ഇപ്പോൾ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് മാത്രമേ വരുള്ളൂ. വീഡിയോയുടെ ഏടിയിലൊന്നും നിങ്ങൾക്ക് ഇത് ഇടാൻ സാധ്യമല്ല. ഈ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ലാസ്റ്റ് ആയിട്ടായിരിക്കും വരിക. ലാസ്റ്റത്തെ 10-20 സെക്കൻഡ് ബാക്കിലോട്ടായിട്ട് നിങ്ങൾക്ക് ഈ എൻഡ് സ്ക്രീൻ അനോട്ടേഷൻ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ വന്നതായിട്ട് കാണാൻ കഴിയും. ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും വീഡിയോയുടെ ഏത് ഭാഗത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാണ്. ഇങ്ങനെ നമുക്ക് 4 ആഡ് ചെയ്യാം. ഇവിടെ ഒരെണ്ണം, അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അങ്ങനെ നിങ്ങൾക്ക് 4 ആഡ് ചെയ്യാൻ കഴിയും. വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് എലമെന്റ് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ് ഓർ പ്ലേലിസ്റ്റ്, വീഡിയോ ഓർ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ചൂസ് എ വീഡിയോ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ വീണ്ടും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത വീഡിയോ ഈ വീഡിയോയ്ക്ക് മുകളിലായിരിക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെഡ് ബട്ടൺ ആയിട്ട് കാണാൻ കഴിയും, റെഡ് ആയിട്ട് കാണാൻ കഴിയും. അതായത് ഇതിന് മുകളിൽ ആ വീഡിയോ വന്ന് കിടക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇതിന് മുകളിൽ ഡ്രാഗ് ചെയ്തിട്ട് വലിച്ചാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തോട്ട് വലിച്ചാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും 2 വീഡിയോ വന്നു. ഇതേപോലെ നിങ്ങൾക്ക് മൊത്തം ഞാൻ പറഞ്ഞ മൊത്തത്തിൽ 4 വീഡിയോ. ഇവിടെ മുകളിൽ 2 അതേപോലെ താഴെ 2. അതല്ലെങ്കിൽ മൊത്തത്തിൽ 4. നിങ്ങൾക്ക് ഇനി സബ്സ്ക്രൈബ് ബട്ടൺ വെക്കുകയാണെങ്കിൽ 3 വീഡിയോയും ഒരു സബ്സ്ക്രൈബ് ബട്ടൺ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് ആഡ് എലമെന്റ് എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഇവിടെ ക്രിയേറ്റ് സബ്സ്ക്രൈബ് എന്നുള്ള ഇതിനകത്ത് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ വന്നിട്ട് ഇവിടെ നമുക്ക് റെഡ് ഇതിൽ കാണാൻ കഴിയും. പിന്നെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ സെൻട്രലായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ലാസ്റ്റ് ആവുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് ഈ 2 വീഡിയോയും ഈ സബ്സ്ക്രൈബ് ബട്ടണും വരും. ഇതിൻ്റെ എവിടെ നിന്ന് വരണമെന്നുള്ള ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10-30 സെക്കൻഡ് അവർ തരുമെന്ന് പറഞ്ഞല്ലോ ലാസ്റ്റ് ഭാഗം.
അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഭാഗത്ത് ഏറ്റവും എൻഡിൽ കുറച്ച് 2 സെക്കൻഡ് വന്നാൽ മതി എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫസ്റ്റത്തെ വീഡിയോ, ഇത് സെക്കൻഡ് വീഡിയോ, അതുപോലെ തന്നെ ഇത് താഴത്തെ SB മീഡിയ എന്ന് എഴുതിയിരിക്കുന്നത് വന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ. ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ 4 വന്നത് കാണാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെ നിങ്ങൾക്ക് ഓരോ വീഡിയോൻ്റെയും നമ്മുടെ വീഡിയോൻ്റെ ടൈം ഇവിടെ കാണുന്നുണ്ട് 4:51, 4 മിനിറ്റും 51 സെക്കൻഡ്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് രണ്ടും കുറച്ച് ബാക്കിലോട്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ രണ്ടും നല്ല 3ഉം ഏറ്റവും കുറച്ചുകൂടി അവസാനത്തോട്ട് കൊണ്ട് ഞാൻ വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ വീഡിയോയിൽ പല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്ത് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇതിപ്പോൾ ഡെമോ പ്ലേയിങ് ആണ്. ആണോ ലാസ്റ്റായി നമ്മുടെ വീഡിയോൻ്റെ 2 ഭാഗത്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ കഴിയും. വീഡിയോ എല്ലാം ആഡ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതുപോലെ തന്നെ വേറെ ഒന്നാണ് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും, കാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ, പക്ഷേ ഇതിങ്ങനെ തംബ്നെയിൽ വരില്ല, ജസ്റ്റ് ആ വീഡിയോൻ്റെ പേര് മാത്രം വരും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വേറൊരു വീഡിയോൻ്റെ ജസ്റ്റ് ഹെഡിങ് മാത്രം ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ആഡ് എ കാർഡ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ അവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വീഡിയോ ഏത് വീഡിയോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഹൗ ടു മേക്ക് മണി ഫ്രം യൂട്യൂബ് എന്നുള്ള വീഡിയോ ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് എ കാർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പോയിൻ്റ് ഇങ്ങനെ വന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ കറക്റ്റ് 1 മിനിറ്റ് എന്നുള്ള അവിടെ നിങ്ങൾക്ക് ചെറിയൊരു പ്ലസ് വന്നതായിട്ട് കാണാൻ കഴിയും. ഇതിനെ മൂവ് ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ കറക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു നമ്മുടെ ആ കൊടുത്ത വീഡിയോൻ്റെ ഹെഡിങ് ഇതിനെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലോട്ട് ഓട്ടോമാറ്റിക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ 5 വരെ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. മറ്റേ എൻഡ് സ്ക്രീൻ അനോട്ടേഷൻ പോലെ നിങ്ങൾക്ക് ലിമിറ്റില്ല, എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതുപോലുള്ള നമുക്ക് പുതിയ അറിവുകൾ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, അതുപോലെ തന്നെ മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുതിയ ടിപ്പ് ആൻഡ് ട്രിക്സ് എങ്ങനെയെല്ലാം ഉപയോഗിക്കണം, അതിനെല്ലാം ചെറിയ കംപ്ലൈൻറ്റുകൾ വന്നാൽ നമുക്ക് തന്നെ അതെങ്ങനെ ശരിയാക്കാം, അതെങ്ങനെ നമുക്ക് നേരാക്കാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ നിങ്ങളുടെ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.